റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ കുറ്റപത്രം സമർപ്പിക്കാൻ വൈകും. പുതിയ കണ്ടെത്തലുകൾ കൂടി ഉൾപ്പെടുത്തി വിശദമായ കുറ്റപത്രം തയ്യാറാക്കാനാണ് എസ്ഐടിയുടെ നീക്കം. 2025 ദ്വാരപാലക പാളി കൈമാറ്റത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നാണ് എസ്ഐടിയുടെ വിലയിരുത്തൽ. കൂടുതൽ പേരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കും. PS പ്രശാന്ത്, അജികുമാർ എന്നിവരെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം കൂടുതൽ പേരെ ചോദ്യം ചെയ്യാൻ വിളിച്ചു വരുത്തും. AV ജയശങ്കർ വിവരങ്ങളുമായി ചേരുകയാണ്. AV ജയശങ്കർ, ഈ കുറ്റപത്രം ഇന്ന് സമർപ്പിക്കും, നാളെ സമർപ്പിക്കും എന്നിരിക്കുന്ന സമയത്താണ് 2025 സ്വർണ്ണപ്പാളി കൈമാറ്റവുമായി ബന്ധപ്പെട്ട ഒരു FIR കൂടി രജിസ്റ്റർ ചെയ്യുന്നത്. സ്വാഭാവികമായും പ്രതീക്ഷിച്ചതാണ് കുറ്റപത്ര സമർപ്പണം വൈകും എന്നുള്ള കാര്യം. മധു, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വിശദമായൊരു അന്വേഷണം വേണമെന്നാണ് SIT ഇപ്പോൾ പറയുന്നത്. കാരണം 2025 ദ്വാരപാലക ഇടപാടുമായി ബന്ധപ്പെട്ട് ആ ഘട്ടത്തിലും സ്വർണ്ണ അപഹരണം നടന്നു എന്നാണ് SIT കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കൊല്ലം വിജിലൻസ് കോടതിയിൽ നൽകിയിരിക്കുന്ന കസ്റ്റഡി റിപ്പോർട്ടിൽ ഉൾപ്പെടെ, റിമാൻഡ് റിപ്പോർട്ടിൽ ഉൾപ്പെടെ ഇക്കാര്യം വിശദമാക്കുന്നുണ്ട്. അതായത് 12 പാളികൾ കൊണ്ടുപോയതിൽ 4 പാളികളിൽ നിന്ന് സ്വർണം അപഹരിച്ചു എന്നാണ് SIT ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നത്. ബോധപൂർവമായി സ്വർണം അപഹരിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നു. ഈ 2025 സ്വർണം ഇടപാടുമായി ബന്ധപ്പെട്ട്, ദ്വാരപാലക ഇടപാടുമായി ബന്ധപ്പെട്ട് അന്നത്തെ തിരുവനന്തപുരം കമ്മീഷണർ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ചേർന്നുകൊണ്ട് വ്യാജ കരാർ ഉൾപ്പെടെ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. എന്തായാലും ഇതിലൊക്കെ തന്നെ വിശദമായൊരു അന്വേഷണം വേണമെന്നാണ് SIT പറയുന്നത്. നിലവിൽ ഈ സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് 2025 വിഷയത്തിൽ പ്രത്യേക കേസ് SIT രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഈ ദ്വാരപാലക പാളി ഇടപാടുമായി ബന്ധപ്പെട്ട് 2019 FIR-ൽ അതിൽ PS പ്രശാന്തിനെയും അംഗം അജികുമാറിനെയും ഉൾപ്പെടുത്തുകയാണ് ചെയ്തത്. ആ രീതിയിലാണ് കൂട്ടുപ്രതികളായി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ കേസന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഇരുവരെയും ഇതുവരെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനും സാധിച്ചിട്ടില്ലെന്നും SIT കോടതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇരുവരെയും വിശദമായി ചോദ്യം ചെയ്ത് ഇക്കാര്യത്തിൽ കുറച്ച് ശാസ്ത്രീയമായ അന്വേഷണം ഉൾപ്പെടെ നടത്താനുണ്ട്. എത്ര സ്വർണം നഷ്ടമായി, ഇല്ലെങ്കിൽ ഏത് തലത്തിലാണ് ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ അന്വേഷണം, തെളിവ് ശേഖരണം ഉൾപ്പെടെ 2025 ഇടപാടുമായി നടത്താനുണ്ടെന്ന് SIT പറയുന്നു. അതുകൊണ്ട് തന്നെ ഈ ദ്വാരപാലക പാളി ഇടപാടുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി വിശദമായ അന്വേഷണം വേണം. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും പഴുതടച്ചുള്ള അന്വേഷണം വേണ്ടിവരുന്നതിനാൽ തന്നെ കുറ്റപത്രം വൈകുമെന്നാണ് SITയിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം. എന്തായാലും ഞെട്ടിക്കുന്ന കണ്ടെത്തലുകളാണ് 2025 ഇടപാടുകളുമായി ബന്ധപ്പെട്ട് എന്തായാലും SIT പുറത്ത് വിട്ടുകൊണ്ടിരിക്കുന്നത്. നാളെയോ മറ്റന്നാളോ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസുമായി ബന്ധപ്പെട്ട് 2019 സ്വർണ്ണക്കൊള്ള മറച്ചു വെക്കാൻ വേണ്ടി കോടതിയിലേക്കടക്കം കാര്യങ്ങൾ ചെന്നതിന്റെ പശ്ചാത്തലത്തിൽ ചില വ്യാജരേഖാ നിർമ്മിതികൾ കൂടി ഉണ്ടായി എന്ന് SIT കണ്ടെത്തിയിട്ടുണ്ടോ? അങ്ങനെ തന്നെയാണ്. വ്യാജരേഖ, അതായത് ഈ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുന്നതിന് വ്യാജ കരാർ ഉണ്ടാക്കിയെന്നാണ് SIT കണ്ടെത്തിയിരിക്കുന്നത്. ആ കസ്റ്റഡി റിമാൻഡ് റിപ്പോർട്ടിൽ അക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഈ ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് ഉണ്ടാക്കിയ കരാർ, അതായത് തിരുവാഭരണം കമ്മീഷണർ റെജിലാൽ ഉണ്ടാക്കിയ കരാർ, ആ കരാർ വ്യാജമാണെന്നാണ് SIT നിലവിൽ കണ്ടെത്തിയിരിക്കുന്നത്. ഈ പാളിയൊക്കെ തന്നെ സ്മാർട്ട് ക്രിയേഷനിൽ ചെന്നൈയിൽ എത്തിയതിനു ശേഷമാണ് കരാർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ 8-ാം തീയതി വെച്ചുകൊണ്ട് 10-ാം തീയതിയാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു കരാർ 2025 സെപ്റ്റംബർ മാസത്തിൽ ഒപ്പിടുന്നതെന്നും SIT കണ്ടെത്തിയിട്ടുണ്ട്. അതായത് ഈ പാളികളൊക്കെ അവിടെ ചെന്നൈയിൽ എത്തിച്ച് അവിടെ അറ്റകുറ്റപ്പണി ആരംഭിച്ചതിന് ശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പേരിൽ ബെല്ലാരിയിൽ നിന്ന് വാങ്ങിയ മുദ്രക്കടലാസിൽ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് കരാർ ഒപ്പിടുന്നത്. അത് വ്യാജ കരാർ എന്നാണ്. ഈ തിരുവാഭരണം കമ്മീഷൻ ആദ്യഘട്ടത്തിൽ ചെന്നൈയിലേക്ക് അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിന് ഈ പാളികൾ കൊണ്ടുപോകുന്നതിനെ കൃത്യമായി എതിർത്തിരുന്നു. അദ്ദേഹം വിയോജനക്കുറിപ്പ് ഉൾപ്പെടെ രേഖപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ബോർഡ് ഇതുമായി മുന്നോട്ട് പോകാനുള്ള തീരുമാനമെടുത്തു. PS പ്രശാന്തിന്റെ ശുപാർശ ദേവസ്വം സെക്രട്ടറിക്ക് പോകുന്ന സാഹചര്യമുണ്ട്. പക്ഷേ ആ ഘട്ടത്തിൽ ഈ റെജിലാൽ വഴങ്ങുകയും അദ്ദേഹം ഇത്തരത്തിൽ വ്യാജരേഖാ നിർമ്മാണത്തിന് ഉൾപ്പെടെ കൂട്ടുനിന്നു എന്നാണ് SIT നിലവിൽ പറയുന്നത്. എന്തായാലും ഈ അന്നത്തെ ദേവസ്വം ബോർഡ് അംഗത്തെയും ഒപ്പം തന്നെ ചർച്ചകൾ തുടങ്ങിയതാണ്. അതുകൊണ്ട് പ്രാഥമികമായി ഒരു പങ്കുമില്ല. 2025 സ്വീകരിച്ച നിലപാടുകളുടെ വെളിച്ചത്തിലാണ് 2019 സ്വർണ്ണക്കൊള്ള അടക്കം പുറത്തു വന്നത് എന്നൊക്കെയായിരുന്നു ഇതുവരെയുമുള്ള ആരോപണം. പക്ഷെ 2025 ഇത് മറച്ചുവെക്കാൻ വ്യാജ കരാർ അടക്കം ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ ഇത് പുതിയ ബോർഡ് 2025 ഉണ്ടായിരുന്ന ബോർഡ് വലിയ കുരുക്കിലേക്കാണ് പോകുന്നത്. അങ്ങനെ തന്നെയാണ് മധു. കാരണം ഇത് ആദ്യഘട്ടത്തിൽ PS പ്രശാന്ത് പറഞ്ഞത് താൻ എല്ലാ നിയമ നടപടികളും പാലിച്ചുകൊണ്ടാണ് ഈ കാര്യം ചെന്നൈയിലേക്ക് കൊണ്ടുപോയതെന്നാണ്. പക്ഷേ അങ്ങനെയല്ല എന്നാണ് SIT പറയുന്നത്. നിയമ നടപടികൾ പല കാര്യത്തിലും വീഴ്ച പറ്റിയിട്ടുണ്ട്. ഹൈക്കോടതിയെ സ്പെഷ്യൽ കമ്മീഷണർ ഇക്കാര്യം അറിയിച്ചില്ല. ഒപ്പം തന്നെ ഇത് അറ്റകുറ്റപ്പണികൾക്ക് കൊണ്ടുപോകാൻ വലിയൊരു താല്പര്യം PS പ്രശാന്ത് നടത്തി. ആ താല്പര്യം എന്ന് പറയുന്നത് ഈ പ്രതിഭാഗത്തിന്, അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ഒപ്പം തന്നെ സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഉടമ പങ്കജ് ഭണ്ഡാരിക്ക് ഉൾപ്പെടെ
സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്നതിനാണ് ഇത്തരത്തിൽ ഒരു ഇടപാട് ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ വീഴ്ച പി എസ് പ്രശാന്ത് വരുത്തിയെന്നാണ് SIT ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറയുന്നത്. അതായത് കേവലം ഈ നിയമ നടപടികളിൽ വീഴ്ച വരുത്തിക്കൊണ്ട് ഇത് അറ്റകുറ്റപ്പണികൾക്ക് കൊണ്ടുപോയല്ല അന്ന് ഉണ്ടായത്. ബോധപൂർവം ഈ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് ഈ കുറ്റം മറയ്ക്കുന്നതിന് വേണ്ടി 2019 കൂടുതൽ വെളിപ്പെടുത്തലുകളാണ് റിമാൻഡ് റിപ്പോർട്ടുകളിലടക്കം SIT പുറത്തുവിടുകയും ചെയ്യുന്നത്.